നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ സർവീസ് എല്ലാം ഫ്രീ തന്നെയാണോ? അതായത് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ വാഹനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് 1 വർഷം വരെ നമുക്ക് ഫ്രീ സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ 3 സർവീസുകൾ ഫ്രീ ആണ്. ശരിക്കും ഈ സർവീസ് ഫ്രീ ആണോ? ഇങ്ങനൊരു സംശയം സെബിൻ തോമസ് ചോദിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറാണ്, നമ്മുടെ ഏറ്റവും കൂടുതൽ കമൻസ് എടുത്തൊരു വ്യക്തിയിൽ ഒന്നാണ് സെബിൻ എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. ചോദ്യം ഇങ്ങനെയാണ്: ക്യാൻ യു പ്ലീസ് ഡു എ വീഡിയോ അബൌട്ട് കാർ 3 ഫ്രീ സർവീസ്? സം സർവീസ് സെൻറ്റർ they asking to customer to pay a small charge for this. In 3 free service we want to pay oil and filter charge. After first, second, third service, how will mileage increase? What is the purpose of it? Okay, ചോദ്യം എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് നമുക്ക് ഫ്രീ സർവീസിനകത്ത് പേയ്മെൻറ്റ് വരുമോ? ആദ്യത്തെ ഫസ്റ്റ് ഫ്രീ സർവീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ്. ഇതിൽ ഏതെങ്കിലും രീതിക്ക് ഓയിൽ ചേഞ്ചോ കാര്യങ്ങളോ വരുന്ന സർവീസ് ആണെങ്കിൽ ആ ഓയിലിൻ്റെ പേയ്മെൻറ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ബെയർ ചെയ്യേണ്ടി വരുന്നത്. അത് ഫസ്റ്റ് സർവീസ്. ഇനി സെക്കൻഡ് സർവീസിലോട്ട് വരുന്ന സമയത്ത് 5000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസമാണ് മാരുതി വാഹനങ്ങളുടെ സെക്കൻഡ് സർവീസിൻ്റെ പീരീഡ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അതിനകത്ത് ഓയിൽ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷേ 5000 കിലോമീറ്റർ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അതിനകത്ത് നമുക്ക് അലൈൻമെൻറ്റും ബാലൻസിങ്ങും ടയർ റൊട്ടേഷനും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതിനകത്ത് ടയർ റൊട്ടേഷന് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് ഈ ഫ്രീ സർവീസിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഫ്രീ സർവീസിനകത്ത് ബാക്കി ജനറലായിട്ടുള്ള ചെക്കപ്പ്, ബാക്കി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം, അതായത് ഓയിലിൻ്റെ ലെവൽ ടോപ്പപ്പ് ചെയ്യുക, STT എന്ന് പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടർ OBD റീഡർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക, വാഷിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫ്രീ ആണ്. ബാക്കി ഇതിനകത്ത് അലൈൻമെൻറ്റ് ബാലൻസിങ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ചാർജ് ഏകദേശം നമ്മുടെ കയ്യിൽ നിന്ന്, അതായത് വാട്ട് എവർ ഇറ്റ് ഈസ് ദ എമൗണ്ട്, ആ എമൗണ്ട് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇത് ബെയർ ചെയ്യേണ്ടി വരുന്നത്. ഇനി തേർഡ് സർവീസിലോട്ട് പോകുന്ന സമയത്ത് തേർഡ് സർവീസിനകത്ത് നമുക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓയിൽ ചേഞ്ച് ആണ്. മിക്ക വാഹനങ്ങളുടെ ഫസ്റ്റ് ഓയിൽ ചേഞ്ച് 10,000 കിലോമീറ്റർ ഓർ 1 ഇയർ ആകുമ്പോഴത്തേക്കാണ് ചെയ്യുന്നത്. ആ ഒരു സർവീസിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓയിലും ഫിൽറ്ററിൻ്റെയും ചാർജും, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അലൈൻമെൻറ്റും ബാലൻസിങ്ങും ചെയ്യണം. കാരണം അന്നേരം 10,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 5+5 ആണ് വരുന്നത്. അടുത്തൊരു 5,000 കൂടെ നമ്മൾ ഓടി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അന്നേരം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങിൻ്റെ ചാർജും ഓയിലും ഓയിൽ ഫിൽറ്ററിൻ്റെയും പേയ്മെൻറ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇൻക്ലൂഡിങ് നമ്മുടെ AC ഫിൽറ്റർ വരികയാണെങ്കിൽ AC ഫിൽറ്ററിൻ്റെ ചാർജും കൂടെ കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് ബെയർ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ എന്തുകൊണ്ട് തേർഡ് സർവീസ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് കൂടുന്നു അല്ലെങ്കിൽ പെർഫോമൻസ് ഔട്ട്പുട്ട് കൂടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിൻ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഒന്നുകൂടെ ഒന്ന് സ്റ്റേബിൾ ആകുന്ന, അല്ലെങ്കിൽ ആ ഒരു പവർ ഔട്ട്പുട്ട് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 10,000 കിലോമീറ്ററെങ്കിലും ഓടുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും. കാരണം ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാർട്സിനെ കമ്പൈൻ ചെയ്ത് ഒരു ബോക്സിനകത്ത് കീപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഞ്ചിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും, കാരണം ഒരു സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്, പിസ്റ്റനകത്ത് റിങ്സ് ഉണ്ട്, ഈ റിങ്സും ഈ സിലിണ്ടറും ഒക്കെ ആയിട്ടുള്ള കോണ്ടാക്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് സീറ്റ് ആകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സമയം, വാൽവ് സീറ്റ് ആകാനൊക്കെ എടുക്കുന്ന സമയം, ഇതെല്ലാം വരുന്നൊരു ടൈമാണ് ഏകദേശം ഒരു 10,000 കിലോമീറ്റർ എന്ന് പറയുന്നത്. അന്നേരമാണ് നമ്മൾ ഫസ്റ്റ് ഓയിൽ ചേഞ്ച് പറയുന്നത്. ആ ഒരു ഓയിൽ ചേഞ്ച് കൂടെ കഴിയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ എഞ്ചിൻ പെർഫോമൻസ് പറഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അത് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജും കിട്ടുന്നതായിരിക്കും, പവർ ഔട്ട്പുട്ടും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് സർവീസ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് കൂടും അല്ലെങ്കിൽ പവർ ഔട്ട്പുട്ട് കൂടും എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം.